പ്രിയമുള്ളവരെ, ദ റൂട്ട്സ് ഓഫ് നിധി ഒരു കൊച്ചു യാത്രയിലാണ്. അത്യുത്തര കർണാടകത്തിലെ ചരിത്രമുറങ്ങുന്ന നിഗൂഢതകൾ ആവോളമുള്ള കാൽപ്പനികത മുറ്റി നിൽക്കുന്ന പൗരാണിക പരിവേഷമുള്ള അതിപ്രാചീന പ്രദേശങ്ങളായ വാതാബി, ഐഹോളു, പട്ടടക്കല്ല്, മഹാകുട്ട എന്നിവ നേരിട്ട് കാണുകയാണ് ഉദ്ദേശം. ഒപ്പം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് യാഥാർത്ഥ്യമാക്കിയ ഈ മറിഞ്ഞിരിക്കുന്ന മഹാത്ഭുതങ്ങളെ അടുത്തറിയുകയും അക്കാലഘട്ടത്തിലെ സാമൂഹിക സാംസ്കാരിക കലാജീവിതങ്ങളെ തൊട്ടറിയുകയും വേണം. മേൽപ്പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ ഇക്കാലഘട്ടത്തിൽ പ്രസിദ്ധമായ ഇടങ്ങളോ തിരക്ക് പിടിച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളോ അല്ല. മറിച്ച് ഇവയുടെ പ്രതാപകാലത്ത് നമ്മുടെ നാടിന് സമ്പന്നമായ ഒരു ചരിത്രം സംഭാവന തന്ന് ഇന്ന് അധികം ആരാലും അറിയപ്പെടാതെ സുഖസുഷുപ്തിയിൽ ആണ്ടുകിടക്കുന്ന മാണിക്യക്കല്ലുകളാണ്. ആ അമൂല്യരത്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. കന്നഡികർ അധിവസിക്കുന്ന കന്നഡദേശം സാംസ്കാരികമായിട്ട് വലിയ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു വലിയ ഭൂമികയാണ്. പ്രബലരായിട്ടുള്ള പല സാമ്രാജ്യങ്ങളുടെയും ഭാഗമായിരുന്ന കർണാടകത്തിലെ അതത് സാമ്രാജ്യങ്ങളുടെ തനത് ശൈലികൾ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ സ്റ്റേറ്റിലൂടെ ഉടനീളം സഞ്ചരിച്ചവർക്ക് ഈ ശൈലീഭേദങ്ങൾ പ്രകടമായിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും. ആധുനിക ഇന്ത്യയുടെ ജിയോഗ്രഫി പരിശോധിച്ചാൽ അതിൽ വലിയൊരു ശതമാനവും പീഠഭൂമികളാൽ സമ്പന്നമാണ്. വിന്ധ്യ സത്പുര മലനിരകൾക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ഭൂപ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. കേരളം ഒഴികെയുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഈ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നു. ദക്ഷിണപദം എന്ന വാക്ക് ലോപിച്ചാണ് ഡെക്കാണായിട്ട് മാറിയത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഉപദ്വീപിലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലമുണ്ടായ വൻതോതിലുള്ള ലാവാപ്രവാഹം തണുത്തുറഞ്ഞ് ഉണ്ടായ വരണ്ട ഭൂപ്രദേശമാണ് ഇന്നത്തെ ഈ പീഠഭൂമി. ഇവിടെ കാണുന്ന നരച്ച മൊട്ടക്കുന്നുകളിൽ തെളിഞ്ഞു കാണുന്ന ചുവപ്പ് രാശി കലർന്ന അടുക്കുപാറുകളുടെ ബാഹുല്യം ഇത് ശരിവയ്ക്കുന്നുണ്ട്. പൊതുവെ പേരിന് പോലും മഴ പെയ്യാത്ത വരണ്ട ഭൂമികളാണ് ഇത്തരം പ്രദേശങ്ങൾ. ചുറ്റും പ്രകൃതി കെട്ടിയ കുന്നിൻ കോട്ടകളും അതിന് നടുക്കായിട്ട് വിശാലമായ സമതലങ്ങളും ഈ സമതലങ്ങളിലെ ജീവനാഡിയായി വർത്തിക്കുന്ന മഹാനദികളും ഈ നദികളോട് ചേർന്ന് രൂപം കൊണ്ട ജനവാസ മേഖലകളും അടങ്ങുന്നതാണ് ഇവിടങ്ങളിലെ സാമാന്യമായിട്ടുള്ള പ്രകൃതി. നോക്കത്താ ദൂരത്തോളം വിജനപ്രദേശങ്ങളും കുറ്റിക്കാടുകളും കൃഷിഭൂമികളും ഇവിടെ ഇടകലർന്ന് കാണാം. ഇത്തരത്തിൽ അധികമാരാലും എളുപ്പം എത്തിച്ചേരാനാവാത്ത പ്രകൃതിയാൽ കോട്ട കെട്ടി സംരക്ഷിക്കപ്പെട്ട മഹാനദികളുടെ സംഗമസ്ഥാനങ്ങളിൽ പടുത്തുയർത്തിയവയാണ് മേൽപ്പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ. എങ്കിലും പിൽക്കാലങ്ങളിൽ അവയ്ക്കുമേൽ അധിനിവേശങ്ങളും ആക്രമണങ്ങളും തച്ചുതകർക്കലുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് പിടികൊടുക്കാതെ പഴമയുടെ പരിമളം പൊഴിച്ചുകൊണ്ട് അവ കാലാധിപത്യമായിട്ട് നിലനിൽക്കുന്നു എന്നത് തന്നെ നമ്മുടെ തനത് നിർമ്മാണ സാങ്കേതിക മേന്മയെ വിളിച്ചോറുന്നു. മഴ പെയ്യാത്ത വരണ്ട പ്രദേശങ്ങളാണെങ്കിലും ഇവിടങ്ങളിലൂടെ ഒഴുകുന്ന നദികളെ കന്നഡികർ ഫലപ്രദമായിട്ട് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്നു. നോക്കത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിഭൂമികളിൽ വിവിധ നാണ്യവിളകൾ ഇവർ വിളയിച്ചെടുക്കുന്നുമുണ്ട്. ചോളം, കരിമ്പ്, ജോവർ, പരുത്തി, റാഗി, പുകയില എന്നിവ ഇടകലർന്ന് വ്യാപകമായിട്ട് ഇവിടങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയിടങ്ങളിൽ ഇടകലർന്ന് കാണപ്പെട്ട ചുവന്ന മണ്ണും കറുത്ത മണ്ണും കൗതുക കാഴ്ചകളായിരുന്നു. ഗ്രാമീണ ജനവാസ മേഖലകളിൽ ദാരിദ്ര്യം നിഴലിച്ചു കാണുമെങ്കിലും വാസ്തവം അതല്ല. പൊതുവെ മലയാളികൾ സമ്പന്നതയുടെ അടയാളമായിട്ട് കാണുന്ന ആഡംബര സൗധങ്ങളും കാറുകളും നമുക്കിവിടെ കാണാനാവില്ല. ഇക്കൂട്ടർക്ക് ആധുനിക സുഖ സൗകര്യങ്ങൾ നിറഞ്ഞ സൗധങ്ങൾ സ്വസ്ഥത നൽകില്ല. മറിച്ച് പരമ്പരാഗതവും ലളിതവുമായ ചെറ്റപ്പുരകളാണ് ഇവർക്ക് സ്വർഗം. ഇവരെല്ലാവരും തന്നെ ഏക്കർ കണക്കിന് വരുന്ന കൃഷിഭൂമികൾക്ക് ഉടമകളാണ്. ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ഇവർക്ക് മികച്ച ശൗചാലയങ്ങൾ പണിതു നൽകിയിട്ടും ഇന്നും അവർ വഴിവെക്കുകളെയാണ് അക്കാര്യത്തിനായിട്ട് ആശ്രയിക്കുന്നത്. അതവരുടെ ജന്മാവകാശമായിട്ട് തന്നെ കണക്കാക്കുന്നു. പകരം ഗവൺമെന്റ് പണിതു നൽകുന്ന ശൗചാലയങ്ങൾ ഇവർ അടച്ചുറപ്പുള്ള വിറകുപുരകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചുറ്റിനും പേടിപ്പെടുത്തുന്ന അടുക്കുപാറക്കുന്നുകളാണ് എങ്ങും. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപമാറ്റം സംഭവിച്ച ആ പാറക്കുന്നുകൾ തന്നെയാണ്
ഇവിടങ്ങളിൽ രൂപപ്പെട്ട ആ വലിയ സാംസ്കാരിക മുന്നേറ്റത്തിന് ഹേതുവായിരുന്നു. സുലഭമായ പാറകൾ ഉപയോഗിച്ച് അന്നത്തെ വാസ്തുശില്പികൾ അതിശയകരമായ പലതും കെട്ടിപ്പൊക്കി. അത്യുഗ്രമായിട്ടുള്ള ചൂടാണിപ്പോൾ. പകലോൻ ഇവിടങ്ങളിൽ അതികഠിനമായിട്ടുള്ള ചൂടാണ് വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഉഷ്ണമില്ല. ഇവിടെ ഇപ്പോൾ വിളവെടുപ്പ് കാലമാണ്. വഴിയിൽ വിളവെടുത്ത ധാന്യങ്ങൾ ഉണക്കാനിട്ടിരിക്കുന്നത് വ്യാപകമായിട്ട് കാണാം. പുലർച്ചെ 5 മണിക്ക് തുടങ്ങിയ യാത്ര 4.5 മണിക്കൂർ എടുത്ത് ലക്ഷ്യസ്ഥാനത്തോട് അടുക്കുന്നു. സാമാന്യം തിരക്കുള്ള ഒരു ചെറുപട്ടണമാണ് വാതാബി. അത് കഴിഞ്ഞ് 72 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഐഹോളിൽ എത്തിച്ചേരുന്നത്. ഒരു പുരാതനമായിട്ടുള്ള നഗരസഞ്ചയമാണിത്. ഒട്ടനവധി ക്ഷേത്ര കോംപ്ലക്സുകളാലും ഗുഹാക്ഷേത്രങ്ങളാലും കോട്ടകളാലും കൃത്രിമ തടാകങ്ങളാലും ജൈനക്ഷേത്രങ്ങളാലും മറ്റു നിർമ്മിതികളാലും സമ്പന്നമാണിവിടം. ഇതാണ് ഐഹോൾ. പഴയകാല പ്രൗഢി കെട്ടുപോയ ഇവിടം ഇന്ന് വളരെ ശോചനീയമാണ്. ഇവിടെ പാർപ്പുറപ്പിച്ചവർക്ക് ഈ പ്രദേശത്തിന്റെ ഗതകാല പ്രൗഢിയെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അതിനാൽ തന്നെ ഈ സ്മാരകങ്ങളെല്ലാം തന്നെ വളരെ അലസമട്ടിലാണ് നോക്കിക്കാണുന്നത്. ഒരു കാലത്ത് പണ്ഡിതന്മാരും സാമ്രാട്ടുകളും ജ്ഞാനികളും അതുപോലെ തന്നെ വർത്തക പ്രമാണിമാരും സാധാരണ ജനങ്ങളും കലാകാരന്മാരും അരങ്ങുവാണിരുന്ന ഇവിടം ഇന്ന് ഏതാനും ചില വിദേശീയരും സ്വദേശീയരുമായ കാഴ്ചക്കാരെയും സ്വീകരിച്ച് തൻ്റെ പ്രൗഢമായ ഭൂതകാലത്തെയും അയവിറക്കി തന്നെ കാണാൻ വരുന്നവരോട് തൻ്റെ കഥ മൗനമായിട്ട് തന്നെ പറയുന്നു. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ പറയാം.